അങ്ങനെ ഉച്ചവർക്കൊക്കെ കഴിഞ്ഞ് ദേ അമ്മ വീട്ടിലേക്ക് പോവുകയാണ്. അമ്മ ദേ എന്തൊക്കെയോ ചെടികളൊക്കെ പറിച്ച് കൊണ്ടുപോകുന്നുണ്ട് ആൻറ്റി പറഞ്ഞിട്ട്. പിന്നെ ദേ എൻ്റെ ബാഗാണ്, ഞാൻ നാളെ ക്ലാസ്സിൽ അവിടെ നിന്ന് പോകണം. അപ്പോൾ ബാഗും കൈ പിടിച്ചിട്ട് അമ്മ അങ്ങോട്ട് പോവുകയാണ്. ഇത് പാപ്പൻ്റെ വീടാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ദേ അവിടെ ആദ്യമായിട്ടുണ്ടായ മാങ്ങയാണ് കേട്ടോ. അങ്ങനെ അമ്മ അടുത്ത 2 പാപ്പന്മാരുണ്ട്, അതിൽ ഒരാളുടെ വീടാണിത്. അവിടെ പോയിട്ട് മേമോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ദേ ഞങ്ങളങ്ങനെ പോവുകയാണ്. മാമൻ്റെ വീട്ടിലെത്തിയ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, ഇത് കുറച്ച് കഴിഞ്ഞിട്ട് എടുത്തതാണ്. ഇതേ കണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ പായസം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ പായസം വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പായസമൊക്കെ കുടിച്ചു. പിന്നെ ഇതേ ഞങ്ങൾ ക്യാരം ബോർഡ് കളിക്കുകയാണ്. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര മഴക്കാറും ഭയങ്കര കാറ്റുമൊക്കെ. അപ്പോൾ ഞങ്ങൾ മുറ്റത്തോട്ട് ഇറങ്ങി, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്നാൽ നമുക്ക് ഷട്ടിൽ കളിക്കാമെന്ന് പറഞ്ഞിട്ട് ദേ കളിക്കാൻ ഇറങ്ങി. അങ്ങനെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് വലിയൊരു പറമ്പുണ്ട്, അവിടെയാണ് ഞങ്ങളത് കളിക്കാൻ പോയത്. അങ്ങനെ കളിച്ച് ലാസ്റ്റ് അടിയാവുന്നുള്ളൊരവസ്ഥ വരെ എത്തി. അമ്മൂട്ടിക്ക് ഒട്ടും കളിക്കാൻ അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് അമ്മൂട്ടി അതിൻ്റെ വാശിയിൽ നിന്നിട്ട് ദേ അച്ഛനും മോളും കൂടി ഭയങ്കര വഴക്കൊക്കെ ആയി. ആ നേരത്താണ് ദേ ഞങ്ങളുടെ അടുത്ത ആൾ വന്നത്. ഇത് 2ാമത്തെ മാമൻ്റെ മോളും മോനുമാണ്, അർജിത്ത് എന്നാണ് പേര്. അവർ എരമംഗലത്താണ് വീട്. അവിടുന്ന് വിഷുവൊക്കെ കഴിഞ്ഞിട്ട് അവരിങ്ങോട്ട് വന്നതാണ്. ഇനി ഇതേ കണ്ടില്ലേ ഇവിടുത്തെ വിഷു ഒരുക്കിയതിൻ്റെ അവിടെ നിന്നിട്ട് ഭയങ്കര പ്രാർത്ഥനയൊക്കെ ആയിരുന്നു കക്ഷി. അങ്ങനെ ഞങ്ങൾ വീണ്ടും കുറച്ച് നേരമൊക്കെ ഇരുന്ന് കളിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പടക്കം പൊട്ടിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ, മാമന്മാരും അമ്മ, വല്യമ്മ, ആൻറ്റിമാർ, ചേച്ചിമാർ എല്ലാവരും കൂടിയിട്ട് ഒത്തിരി സന്തോഷത്തോടു കൂടിയിട്ടാണ് കേട്ടോ ഇപ്രാവശ്യം വിഷു ആഘോഷിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷം പോരാ, അതിനും ചിലപ്പോൾ കുറച്ചും കൂടി കൂടുതലായിട്ടുണ്ടാവണം ഞങ്ങളിങ്ങനെയൊക്കെ ഒന്ന് ആഘോഷിച്ചിട്ട്. സത്യം പറഞ്ഞാൽ എല്ലാ വിഷമങ്ങളൊക്കെ മറന്ന് കുറച്ച് നേരം എൻജോയ് ചെയ്തു എന്ന് തന്നെ പറയാം കേട്ടോ. ഈ ആകാശത്ത് പോയി വിരിയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് ഞങ്ങൾ കുറേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ ഒരുപാട് പൊട്ടിച്ച്. സത്യം പറഞ്ഞാൽ അത് നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ വീണ്ടും പോയി വാങ്ങിച്ചാലോ എന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷെ ഞങ്ങൾ ഫിലിമിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു 2 മണിക്കൂറത്തെ അംഗങ്ങൾ അവസാനിപ്പിച്ച് ഞങ്ങളത് അകത്തോട്ട് കയറി. എല്ലാവരും വേഗം കുളിച്ചു ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചു. ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല, പലരും പല സമയത്തൊക്കെ ഇരുന്നിട്ടാണ് കഴിച്ചത്. വേഗം പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആവുമായിരുന്നു. എല്ലാ കുട്ടിപ്പട്ടാളങ്ങളും റെഡിയാക്കി കൊണ്ടുവരണ്ടേ, കുറച്ച് ടൈം എടുക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിലെത്തി. ഇഷക്കുട്ടി ഞങ്ങളുടെ ഏറ്റവും ചെറിയ കൊച്ചിപ്പോൾ ഇതാണ് കേട്ടോ, എൻ്റെ ചേച്ചിയുടെ മോളാണേ. അങ്ങനെ അവൾക്ക് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അവൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സിനിമയൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. സത്യം പറഞ്ഞാൽ സിനിമ ആർക്കും ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോയ വോൾട്ടേജ് ഇങ്ങോട്ട് ആർക്കും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം കേട്ടോ. എല്ലാവർക്കും ഹാപ്പി വിഷു.